കുറെ നാളുകളായിട്ട് ഒൺ സൈഡായിട്ട് പ്രണയിക്കുന്ന പെൺകുട്ടിയെ ഒരു ദിവസം പ്രണയിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വരം കിട്ടിയാലോ? അത്തരമൊരു കഥ പറയുന്ന ഏക് ദിൻ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കാനും മറക്കരുതേ. കഥ ആരംഭിക്കുമ്പോൾ നായകനായി ദിനേശിനെ കാണിക്കുന്നു. IT കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ദിനേശ്. പതിവ് പോലെ ദിനേശ് കമ്പനിയിലേക്ക് എത്തും. ദിനേശ് ജോലിക്ക് വരുന്നു, ജോലി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകുന്നു. ആരോടും അങ്ങനെ അധികം സഹകരിക്കാറുമില്ല. ദിനേശിന് കൂട്ടുകാരുമില്ല. മൊബൈൽ ആപ്പൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയാണത്. അവിടുത്തെ ടെക്നീഷ്യനാണ് ദിനേശ്. ദിനേശ് അങ്ങനെ ജോലിക്ക് എത്തുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫ് ദിനേശിനടുത്ത് വന്ന് വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്നു. അവരുടെ ലാപ്ടോപ്പ് ശരിയാക്കിയത് ദിനേശായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ലാപ്ടോപ്പ് ശരിയായിട്ടേ ഇല്ല എന്ന് പറഞ്ഞാണ് ബഹളമുണ്ടാക്കുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ കൂടി എത്തുന്നുണ്ട്. എന്നാൽ അവർ രണ്ടുപേരും പറയുന്നത് കേട്ട് സഹികെട്ട ദിനേശ് ആ ഒരു ലാപ്ടോപ്പിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. എല്ലാം ഉണ്ടായിരുന്നത് മോശമായിട്ടുള്ള വീഡിയോകളാണത്രേ. അതറിഞ്ഞതോടുകൂടി ആ പെൺകുട്ടി നാണം കെട്ടാണ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. എടാ ദിനേശേ, ഇതൊക്കെ നിനക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുവാനായിട്ട് നാണമുണ്ടോ? അതൊന്നും അങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ടാണ് ആ സപ്പോർട്ട് ചെയ്യാൻ വന്നവനും അവിടെ നിന്ന് പോകുന്നത്. ദിനേശിന്റെ കുടുംബത്തെ പറ്റി നോക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനാണ് ദിനേശ്. ദിനേശിന്റെ അച്ഛൻ മരണപ്പെട്ടു പോയി. അമ്മ ഇപ്പോൾ ഉള്ളത് ആഗ്രയിലാണ്. അവിടെയാണ് അമ്മ ജോലി ചെയ്യുന്നതും. എന്നാൽ അമ്മ എപ്പോഴും ദിനേശിനെ വിളിക്കാറുമുണ്ട്. ദിനേശിന് വേണ്ടിയിട്ട് പെണ്ണ് നോക്കുന്ന കാര്യമൊക്കെ അമ്മ പറയും. പക്ഷെ അതിനൊന്നും അവന് താല്പര്യമേ ഇല്ല. ദിനേശിന്റെ മനസ്സിൽ തന്നെ ഒരു ചിന്തയുണ്ട്. അവൻ കാണാൻ കൊള്ളില്ല, അവനോട് സംസാരിക്കാൻ കൊള്ളില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറാണ് താനെന്ന് ഒരു ഇമേജ് അവനുണ്ട്. അതുകൊണ്ട് തന്നെ താൻ പെണ്ണ് കാണുവാൻ പോയാലും പെൺകുട്ടിക്ക് തന്നെ ഇഷ്ടമാകുമോ എന്ന ചിന്തയും അവനുണ്ട്. പല ആലോചനകൾ അമ്മ കൊണ്ടുവരുമ്പോഴും അവൻ അതെല്ലാം വേണ്ട വേണ്ട എന്ന് പറഞ്ഞാണ് ഒഴിവാക്കുന്നത്. എന്നാൽ ഈ ദിനേശിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന മീര എന്ന പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്. മീരയാണ് നമ്മുടെ കഥാനായിക. മീരയാണെങ്കിലോ എല്ലാവരോടും പെട്ടെന്ന് ഇടപഴകും. അവരുമായിട്ട് പെട്ടെന്ന് ഫ്രണ്ട്സ് ആവും. ദിനേശ് ഇൻട്രോവർട്ട് ആണെങ്കിൽ മീര ഒരു എക്സ്ട്രോവർട്ട് ക്യാരക്ടറാണ്. ഇപ്പോൾ ഒരു ഓഫീസിലെ ഏറ്റവും താഴെ ജോലി ചെയ്യുന്ന ആള്, മുകളിൽ ജോലി ചെയ്യുന്ന ആള്, അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ കാണില്ലേ? പക്ഷേ മീരയ്ക്ക് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. ഇപ്പോൾ ഒരാൾ ചായ കുടിച്ചിട്ടൊരു ഗ്ലാസ് അവിടെ വെച്ചിരുന്നാലും അത് മീര എടുത്ത് കഴുകി വെക്കും. എല്ലാവരോടും സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ദിനേശിന് മീരയെ ഒരുപാട് ഇഷ്ടമാണ്. മീര കാണുവാനായിട്ട് നല്ല സുന്ദരിയാണ്. മീര തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജോലി കഴിഞ്ഞിറങ്ങുന്ന സമയത്തെല്ലാം ദിനേശ് മീരയുടെ ഫോട്ടോ നോക്കിയിരിക്കുന്നതെല്ലാം പതിവായിരുന്നു. എന്നാൽ ഒരു ദിവസം ദിനേശ് ആഗ്രഹിച്ച കാര്യം നടക്കുകയാണ്. മീര ദിനേശിനടുത്തേക്ക് ഓടി വരുന്നു. ഹലോ സാർ, എന്റെ സിസ്റ്റം കംപ്ലൈന്റ് ആയി, അതൊന്ന് ശരിയാക്കി തരുമോ എന്ന് മീര ചോദിക്കുന്നു. സന്തോഷത്തോടു കൂടി ദിനേശ് മീരയുടെ സിസ്റ്റത്തിനടുത്തേക്ക് എത്തുകയാണ്. എന്നിട്ടവൻ അതിൽ വന്ന കാര്യങ്ങളൊക്കെ അവൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയം ദിനേശിന്റെ കൈ തട്ടി മീര കളക്ട് ചെയ്തു വെച്ചിരുന്ന ഒരു ശില്പം തറയിൽ വീണ് പൊട്ടിപ്പോകുന്നു. ദിനേശിന് ഒരുപാട് സങ്കടമാകുന്നു. അയ്യോ, ഇത് ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാ, വേറൊന്നും മനസ്സിൽ വിചാരിക്കല്ലേ എന്ന് പറയുമ്പോൾ അത് സാരമില്ല, ഞാനൊരു 6 കളക്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, 7 കളക്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് പറയുമ്പോൾ ആ ശില്പത്തിന്റെ പേര് ദിനേശ് പറയുന്നു. ഇത് നിങ്ങൾക്കറിയാമോ എന്ന് മീര അങ്ങോട്ട് ചോദിക്കുകയാണ്. ദിനേശിന് ആ ശില്പത്തെക്കുറിച്ച് നന്നായിട്ടറിയാം. ജപ്പാനിലുള്ള ശില്പമാണത്. 7 കളക്ട് ചെയ്യണമെന്നാണ് മീരയുടെ ആഗ്രഹം. 6 ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. തന്റെ അച്ഛനാണ് ഈ ഒരു കാര്യമൊക്കെ തനിക്ക് പറഞ്ഞു തന്നെന്നുള്ള കാര്യമൊക്കെ മീര പറയുന്നു. രണ്ടുപേരും പരസ്പരം പരിചയമാവുകയാണ്. മീര ദിനേശിന്റെ പേരൊക്കെ ചോദിക്കുന്നു. ദിനേശും മീരയോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. മീരയുമായിട്ട് അത്രയും നേരം സംസാരിച്ചിരുന്നതിൽ നിന്നും മീരയ്ക്ക് ജപ്പാനിൽ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ടെന്നുള്ള കാര്യം ദിനേശിന് മനസ്സിലായി. മാത്രമല്ല ജപ്പാൻ കൂടാതെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകണമെന്നും കുറച്ച് ആഗ്രഹമുണ്ടെന്നും ആ കാര്യങ്ങളൊക്കെ മീര പറയുന്നു. രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആവുകയാണ്. മീര തന്നോട് വന്ന് മിണ്ടിയതിൽ ഒരുപാട് സന്തോഷത്തിലിരിക്കുകയാണ് ദിനേശ്. അവൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച കാര്യമല്ലേ ഇപ്പോൾ നടന്നിരിക്കുന്നതും. ദിനേശിനടുത്ത് നിന്നും മീര നേരെ പോകുന്നത് HR ആയിട്ടുള്ള നകുലിനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. നകുലാണെങ്കിലോ തന്റെ വൈഫുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. ഈ നകുലും മീരയും തമ്മിൽ പ്രണയത്തിലാണ്. നകുലാണെങ്കിലോ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരിക്കുകയാണല്ലോ. ആ ഒരു വിവാഹത്തിൽ ഒരുപാട് പ്രശ്നമുണ്ട്. ഭാര്യയുമായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് നകുൽ. എത്രയും വേഗം ഞാൻ എൻ്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യും, അതിനുശേഷം ഞാൻ നിന്നെ വിവാഹം കഴിക്കും. നിനക്ക് എന്നെ കാരണം ഒരുപാട് പ്രശ്നമാണല്ലേ, എന്നെ വീട്ടുകാർ നിർബന്ധിച്ചാണ് ഈ ഒരു വിവാഹം നടത്തിച്ചത്. അന്നു മുതൽ ഈ ഒരു വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് നകുൽ സങ്കടപ്പെടുന്നതും. നകുൽ തന്റെ
തന്റെ ഭാര്യയെ എത്രയും വേഗം ഡിവോഴ്സ് ചെയ്തിട്ട് മീരയെ വിവാഹം കഴിക്കാം എന്നൊരു ഇതിലാണ് മീരയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ മീരയ്ക്ക് ഈ ഒരു ബന്ധത്തിൽ ഒട്ടും തന്നെ സന്തോഷമേ ഇല്ല. എത്രയും വേഗം ഇവർ ഡിവോഴ്സ് ആയാൽ മാത്രമേ മീരയ്ക്ക് സന്തോഷം വരൂ. മീരയെ ഒരുപാട് സമാധാനിപ്പിക്കുകയാണ് നകുൽ. അതിനുശേഷം രണ്ടുപേരും അവിടെ നിന്നും റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. മീരയും നകുലും തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യം ഓഫീസിലുള്ള എല്ലാവർക്കും അറിയാം. മീരയും നകുലും അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയലാണ് ആ ഓഫീസിലുള്ളവരുടെ ജോലി. പലപ്പോഴായിട്ടും നകുൽ മീരയും കൂട്ടി റെസ്റ്റോറന്റിലേക്കും ഹോട്ടലുകളിലേക്കും ഫുഡ് കഴിക്കുവാനൊക്കെ പോകുന്നു. ഇതെല്ലാം സങ്കടത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ദിനേശ്. അങ്ങനെ മീര നകുലിന്റെ കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് തന്റെ വീട്ടിലേക്ക് എത്തുന്നു. കൂട്ടുകാരിക്കൊപ്പമാണ് മീര ഇപ്പോൾ താമസിക്കുന്നത്. എത്രയും വേഗം നകുൽ അവന്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യും. അതിനുശേഷം ഞങ്ങൾ സന്തോഷമായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കുമെന്ന് അവൾ സന്തോഷത്തോടു കൂടി കൂട്ടുകാരിയോട് പറയുന്നു. അടുത്ത ദിവസം ഓഫീസിലേക്ക് വരുന്ന നകുൽ എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കുന്നു. എല്ലാ വർഷവും നമ്മൾ കമ്പനിയിൽ നിന്നും ട്രിപ്പിന് പോകുന്നത് ഗോവയിലേക്കല്ലേ? എന്നാൽ ഇത്തവണ നമ്മൾ പോകുന്നത് ഗോവയിലേക്കല്ല, 5 ദിവസത്തേക്ക് ജപ്പാനിലേക്കാണെന്ന് പറയുന്നു. അത് കേട്ടതും എല്ലാവർക്കും സന്തോഷമാകും. ഈ സന്തോഷം നമ്മൾ ആഘോഷിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരോടും ആഘോഷിക്കുവാനായും പറയുന്നു. അതിനുശേഷം നകുൽ നേരെ വരുന്നത് മീരയ്ക്കടുത്തേക്ക്. ഞാൻ ജപ്പാനിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തത് നിനക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും 5 ദിവസത്തേക്കാണ് ട്രിപ്പിന് വരുന്നത്. പക്ഷെ നമ്മൾ 2 ദിവസം കൂടി ജപ്പാനിൽ നിൽക്കും. അവിടെ റൂം എടുത്ത് നമുക്ക് അവിടെ എൻജോയ് ചെയ്യാമെന്നും നകുൽ പറയുന്നു. അത് കേൾക്കുന്ന മീര പറയുന്നതോ, നീ ആദ്യം ഡിവോഴ്സ് ചെയ്. ഡിവോഴ്സ് ഒന്നും ആകാതെ ഒരുമിച്ച് താമസിക്കുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് മീര പറയുമ്പോഴും അതിനൊന്നും നകുൽ സമ്മതിക്കുന്നതേയില്ല. അവസാനം നകുലിന്റെ നിർബന്ധത്തിന് വഴങ്ങുകയാണ് മീര. പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഡേറ്റ് എത്തി എല്ലാവരും 5 ദിവസത്തേക്ക് ജപ്പാനിലേക്ക് ട്രിപ്പ് പോകുന്നു. എല്ലാവർക്കും നല്ല സന്തോഷമാണ്. ജപ്പാനിൽ അവർ അടിച്ചു പൊളിക്കുകയും ചെയ്യുന്നു. സ്നോയിലൊക്കെ അവർ കളിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എന്നാൽ മീരയാണെങ്കിലോ തന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ശില്പം കളക്ട് ചെയ്യുന്നു. അതിൽ 7ാമത്തെ ശില്പം ഇതുവരെയായിട്ടും അവൾക്ക് കിട്ടിയതേയില്ല. അതാണ് അതിന്റെ മാസ്റ്റർ ആയിട്ടുള്ള ശില്പം. ഇതുവരെയും കിട്ടാത്തതിന്റെ സങ്കടവും അവൾക്കുണ്ടായിരുന്നു. നകുലും മീരയും സ്കേറ്റ് ചെയ്യുന്ന സമയത്ത് വീഴാൻ പോകുന്ന മീരയെ നകുൽ പിടിക്കുന്നതുമൊക്കെ ദിനേശ് കാണുന്നുണ്ട്. താൻ പ്രണയിക്കുന്ന പെൺകുട്ടി മറ്റൊരുത്തനൊപ്പം നടക്കുന്നതൊന്നും ദിനേശിന് അത്ര ഇഷ്ടമാകുന്നതേയില്ല. അവനതിന്റെ സങ്കടമുണ്ട്. സ്കേറ്റിംഗ് നടക്കുന്ന സമയത്ത് മീരയെ തന്നെ നോക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ ദിനേശ് തന്റെ കൂട്ടുകാരനെ പിടിക്കുവാനായിട്ട് മറന്നുപോയി. അവൻ വന്ന് വീഴുകയാണ്. എന്താടാ ദിനേശേ നിനക്ക് പറ്റിയത്? കുറച്ചു നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, നീ ആ മീരയെ തന്നെ നോക്കി നിൽക്കുകയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമില്ല അണ്ണാന്ന് സങ്കടത്തോടു കൂടിയാണ് ദിനേശ് മറുപടി പറയുന്നതും. അതേ സമയമായിരുന്നു അവിടെ ഉണ്ടായിരുന്നൊരു മണി കാണുന്നത്. ആ മണിയുടെ പ്രത്യേകത എന്തെന്നാൽ എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് ആ മണി അടിക്കണം, എങ്കിലത് നടക്കുമെന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം. അതനുസരിച്ച് മണിക്കടുത്തേക്ക് എത്തുകയാണ് ദിനേശ്. എന്നിട്ടവൻ മീരയും നോക്കുന്നു. അവൻ ചിന്തിക്കുന്നത്, മീരയെ പോലൊരു സുന്ദരിയായ പെൺകുട്ടി തന്നെ ഒരിക്കലും പ്രണയിക്കത്തില്ല. പക്ഷേ ഒരു ദിവസമെങ്കിലും അവൾ എന്നെ പ്രണയിക്കണം, എന്റെ കാമുകിയായിട്ട് ഒരു ദിവസമെങ്കിലും അവൾ കഴിയണമെന്ന് അവൻ മനസ്സിൽ വിചാരിച്ചിട്ട് മണിയടിക്കാതെ പോകുന്നു. അതേ സമയം തന്നെയായിരുന്നു അവിടെ കാറ്റ് വീശുന്നതും ആ കാറ്റിൽ മണിയടിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് ചില അത്ഭുതങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നത്. അടുത്ത ദിവസം കമ്പനി സ്റ്റാഫുകളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന സമയം അവർ റെസ്റ്റോറന്റിൽ നിൽക്കുകയാണ്. അവിടേക്ക് ഒരു പെൺകുട്ടി വരുന്നു. അത് മറ്റാരുമല്ല, ഈ നകുലിന്റെ ഭാര്യ തന്നെയാണ്. ഓടി വന്നവൾ നകുലിനെ കെട്ടിപ്പിടിക്കുന്നു. നകുലിന് സർപ്രൈസ് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അവൾ അവിടേക്ക് വന്നിരിക്കുന്നത്. സർപ്രൈസ് ആയോ? ഞാൻ നീ അറിയാതെ തന്നെയാണ് ഇവിടേക്ക് വന്നത്. നീ ഇവിടേക്ക് വരുന്നെന്ന് പ്ലാൻ ചെയ്തപ്പോഴേ ഞാനും നീ അറിയാതെ മുൻപേ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ അവൾ പറയുന്നു. അവരുടെ രണ്ടുപേരുടെയും പെരുമാറ്റത്തിൽ നിന്നും രണ്ടുപേർക്കുമിടയിൽ ഒരു പ്രശ്നവുമില്ല എന്നും രണ്ടുപേരും ഡിവോഴ്സ് ആകുവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല എന്നും എല്ലാവർക്കും മനസ്സിലായി. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് മീരയും വരുന്നു. മീരയ്ക്കും ഒരു കാര്യം മനസ്സിലായി, അവർക്കിടയിൽ ഒരു പ്രശ്നവുമില്ല എന്ന്. തന്റെ ഭാര്യയെ ഉടനെ തന്നെ ഡിവോഴ്സ് ചെയ്യുമെന്നും അവളുമായിട്ട് ഒരുപാട് പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞാണ് താനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നകുൽ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് മീരയ്ക്ക് മനസ്സിലായി. മാത്രവുമല്ല, ഈ നകുലാണെങ്കിലോ തന്റെ ഭാര്യയോടൊപ്പം എൻജോയ് ചെയ്യുകയാണ്. ഓരോ സ്ഥലത്തേക്ക് ഭാര്യയുമായിട്ടൊക്കെ കറങ്ങാൻ പോകുന്നു. ഇതൊന്നും മീരയ്ക്ക് അത്ര ഇഷ്ടമാകുന്നതേയില്ല. മീരയ്ക്ക് വല്ലാത്ത സങ്കടം. തന്നെ അവൻ ചതിക്കുകയായിരുന്നല്ലോ എന്ന് ചിന്തിച്ച് അവൾ പിന്നീട് റൂമിൽ നിന്നും പുറത്തേക്ക് വന്നതേയില്ല. ഗോസിപ്പൊക്കെ പറയുന്ന പെൺകുട്ടികൾ അവരുടെ കമ്പനിയിലുണ്ടല്ലോ, അവരൊക്കെ മീരയെക്കുറിച്ചൊക്കെ ഓരോന്ന് പറയുന്നു. അല്ല, അപ്പോൾ മീരയെ പ്രണയിച്ചു കൊണ്ടിരുന്നത് അവന്റെ ഭാര്യയും വെച്ചുകൊണ്ടാണല്ലേ? മീരയെ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞത് വെറുതെയായിരുന്നു. അപ്പോൾ അവൻ ഡിവോഴ്സ് ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോരോന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന ദിനേശിന് വല്ലാതെ സങ്കടമാകും. അങ്ങനെ മീരയാണെങ്കിലോ
ഫുഡ് കഴിക്കുവാൻ വേണ്ടിയിട്ട് വരുന്നു. പക്ഷേ അവിടെ നകുലും നകുലിന്റെ ഭാര്യയും ഉണ്ടായിരുന്നു. മീരയ്ക്കിരിക്കുവാനായിട്ട് അവിടെ സീറ്റ് ഉണ്ടായിരുന്നില്ല. നകുലിന്റെ അടുത്ത് മാത്രമായിരുന്നു സ്പേസ് ഉണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ ഒരു കസേര കൊണ്ടുവന്ന് നകുലിനടുത്തിടുന്നു. മീരയ്ക്കാണെങ്കിലോ വല്ലാത്ത ശ്വാസം മുട്ട്. ഓരോ പെൺകുട്ടികളും ഓരോന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്. മീര വന്ന് കസേരയിൽ ഇരിക്കുന്ന സമയത്ത് നകുലിന്റെ ഭാര്യ മീരയെ നോക്കി, നീയല്ലേ മീര, നിന്നെക്കുറിച്ച് നകുൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. നീയാണ് കമ്പനിയിലെ ബെസ്റ്റ് പെർഫോമർ, നിന്നെ ഒരു സഹോദരിയെ പോലെയാണ് കാണുന്നതെന്നും നകുൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. ഞാൻ ഇവിടെ വെച്ചാണ് അത് നകുലിനോട് തുറന്നു പറയാൻ പോകുന്നത്. ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യവും നകുലിന്റെ ഭാര്യ പറയുന്നു. നകുലിന് ഒരുപാട് സന്തോഷമായി. പക്ഷേ സങ്കടമായത് മീരയ്ക്കും. മീര അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നു. ബാത്റൂമിൽ പോകുന്നെന്ന് കള്ളം പറഞ്ഞിട്ടാണ് അവൾ അവിടേക്ക് പോകുന്നതും. എന്നാൽ ബാത്റൂമിലെത്തി മീര അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. മീരയ്ക്ക് പിന്നാലെ എത്തുന്ന ദിനേശ് മീര കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നു. മീരയ്ക്കടുത്തേക്ക് ചെന്നാലോ, അവളെ എന്തെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും? ഞാൻ സമാധാനിപ്പിച്ചാൽ അവൾക്ക് ഇഷ്ടമാകുമോ എന്നൊക്കെ ചിന്തിച്ച് ദിനേശ് അങ്ങോട്ട് പോയില്ല. അവൻ മാറി നിൽക്കുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം മീര റൂമിൽ നിന്നും പുറത്തിറങ്ങാതായി. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത 5 ദിവസം എത്തി. പക്ഷേ മീരയ്ക്ക് എക്സ്ട്രാ 2 ദിവസത്തേക്ക് കൂടിയാണല്ലോ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ദിവസം കൂടി മീര അവിടെ നിൽക്കുവാനായിട്ടും തീരുമാനിക്കുന്നു. മീരയ്ക്ക് ഒട്ടും മനസ്സ് ശരിയല്ല. അതുകൊണ്ടാണ് അവൾ അവിടെ നിൽക്കാമെന്ന് പ്ലാൻ ചെയ്തത്. മാത്രമല്ല മീര 2 ദിവസം കൂടി അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ദിനേശും അവിടെ നിൽക്കാമെന്ന് തീരുമാനിക്കുന്നു. അതും മീര അറിയാതെ. 5ാമത്തെ ദിവസം രാത്രി മീരയ്ക്ക് നല്ല സങ്കടം. മീരയാണെങ്കിലോ ആരും അറിയാതെ അവർ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. നകുൽ അവന്റെ ഭാര്യയ്ക്കൊപ്പം അവന്റെ റൂമിലാണുള്ളത്. മീര തന്റെ സാധനങ്ങളും പാക്ക് ചെയ്ത് നേരെ പോകുന്നത് ഒരു ബാറിലേക്ക്. അവിടെ പോയിരുന്ന് മദ്യപിക്കുകയാണ്. നകുലുമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ അവൾ ആലോചിച്ചിരുന്ന് കരയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൾ നേരെ ആ ഒരു ബാറിൽ നിന്നും പുറത്തേക്കും ഇറങ്ങുന്നുണ്ട്. എന്നാൽ കരഞ്ഞു കരഞ്ഞ് ബോധമില്ലാതെ നടന്നു പോകുന്ന മീര നേരെ എത്തുന്നത് ഈ മഞ്ഞയ്ക്ക് ഒരുപാട് മൂടിക്കിടക്കുന്ന കാട് പോലുള്ള സ്ഥലത്തേക്കാണ്. അവളെ ഫോളോ ചെയ്ത് ദിനേശും വരുന്നുണ്ട്. അവൾ എവിടേക്കാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെയെല്ലാം ദിനേശ് ശ്രദ്ധിക്കുന്നു. എന്നാൽ ആ ഒരു മഞ്ഞിനിടയിൽ വെച്ച് ബോധം കെട്ട് വീഴുകയാണ് മീര. മീരയെ അന്വേഷിച്ച് ദിനേശ് അവിടേക്ക് ഓടിവരും. പക്ഷേ എവിടേക്ക് നോക്കിയിട്ടും മീരയെ കാണുന്നതേയില്ല. ഉടനെ തന്നെ ദിനേശ് തന്റെ റൂമിലുള്ളവരെയൊക്കെ വിവരം അറിയിക്കുന്നു. പോലീസിലും വിവരം അറിയിക്കുകയാണ്. പോലീസും കൂട്ടുകാരുമൊക്കെ വന്ന് അവിടെ ആകെ അന്വേഷിക്കുന്നതിൽ നിന്നും ബോധം മറ്റു കിടക്കുന്ന മീരയെ കണ്ടെത്തുന്നു. മീരയെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. അങ്ങനെ മീര രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. മീരയ്ക്ക് ബോധം വരികയാണ്. മീരയെ ചികിത്സിച്ച ഡോക്ടർ ദിനേശിനോടായി കുറച്ച് കാര്യങ്ങൾ പറയുന്നു. മീരയ്ക്ക് വന്നിരിക്കുന്നത് ഒരു പ്രത്യേകതരം ഡിസോർഡർ ആണ്. അവൾക്ക് 2 വർഷം മുൻപ് നടന്ന കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഓർമ്മയുള്ളൂ. ഈ 2 വർഷമായിട്ട് നടന്ന കാര്യങ്ങളൊന്നും അവൾക്ക് ഓർമ്മയില്ല. മാത്രവുമല്ല ഇന്നൊരു ദിവസം മാത്രമേ അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നം കാണൂ. ഈ ഒരു ദിവസം ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൾ പഴയതുപോലെ തന്നെയാകും. 2 വർഷം നടന്ന കാര്യങ്ങളും അവൾക്ക് ഓർമ്മ വരും. പക്ഷേ ഈ ഒരു ദിവസം, ഈ ഒരു ഒറ്റ ദിവസം മാത്രം അവൾക്ക് മെമ്മറി ലോസ് സംഭവിക്കും. അതൊരു പ്രത്യേകതരം ഡിസോർഡർ ആണ് എന്നുള്ള കാര്യമൊക്കെ ഡോക്ടർ പറയുന്നു. അത് കേട്ടതും ദിനേശ് ഷോക്കായി പോവുകയാണ്. അല്ല, നിങ്ങൾ ആ പെൺകുട്ടിയുടെ ആരാ എന്ന് ദിനേശിനോട് ചോദിക്കുന്നു. ഭർത്താവാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് ദിനേശ് തലയാട്ടും. മീരയ്ക്കടുത്തേക്ക് എത്തുന്ന ഡോക്ടർ മീരയുടെ ഡിസോർഡറിനെ കുറിച്ച് മീരയോട് പറയുന്നു. ഈ ഒരു ഒറ്റ ദിവസം മാത്രം നിങ്ങൾക്ക് മെമ്മറി ലോസ് സംഭവിച്ചിരിക്കുകയാണ്. 2 വർഷം മുൻപ് നടന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ. ഈ ഒരു ദിവസം ആ 2 വർഷം നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മ കാണില്ല. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ പഴയതുപോലെയാകും. പക്ഷേ ഈ ഒരു ദിവസം നടന്നത് നിങ്ങൾക്ക് ഓർമ്മ കാണില്ല എന്നും ഡോക്ടർ പറയുന്നു. അത് കേട്ട് മീരയ്ക്ക് ആകെ ടെൻഷൻ. മീരയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ദിനേശ് ആരെന്ന് പോലും അറിയത്തേയില്ല. അവളുടെ പേരോ ഒന്നും തന്നെ അവൾക്ക് അറിയത്തില്ല. മീരയ്ക്ക് തന്റെ മുന്നിൽ നിൽക്കുന്ന ദിനേശ് ആരെന്ന് പോലും അറിയത്തില്ല. ഇതാരാ എന്നവൾ ചോദിക്കുമ്പോൾ ഇത് നിന്റെ ഭർത്താവാണെന്നും ഡോക്ടർ പറയുന്നു. ഡോക്ടർ പോയ ഉടനെ തന്നെ ഞാൻ നിന്റെ ഭർത്താവൊന്നുമല്ല, പക്ഷേ എത്രയും വേഗം നിന്നെ വിവാഹം കഴിക്കും. നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് താനെന്നും ദിനേശ് പറയുന്നു. ഈ ഒരു ദിവസം മാത്രമേ തനിക്ക് ഈ ഒരു ഓർമ്മകൾ കാണൂ എന്നുള്ളത് കൊണ്ട് തന്നെ ദിനേശിനൊപ്പം പുറത്തേക്ക് പോകുവാനായി ഒരുങ്ങുകയാണ് മീര. നമ്മൾ രണ്ടുപേരും പ്രണയിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്ന് ചോദിക്കുമ്പോൾ 2 വർഷമായി എന്ന് ദിനേശ് മറുപടി പറയുന്നു. എങ്കിൽ നമ്മൾ തമ്മിൽ ഒരുമിച്ചുള്ള ഫോട്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ തന്റെ കയ്യിലുള്ള ഫോൺ എടുത്ത് പരിശോധിച്ച് നോക്കുന്നു. അതിൽ കമ്പനിയിൽ നിന്ന് എല്ലാവരും എത്തിയപ്പോഴുള്ള ഗ്രൂപ്പ് ഫോട്ടോ മാത്രമാണുള്ളത്. ഇതിലൊരു ഗ്രൂപ്പ് ഫോട്ടോ മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ കമ്പനിയിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ച് പ്രണയിക്കുന്ന കാര്യമൊക്കെ മറ്റുള്ളവർ അറിഞ്ഞാൽ നാണക്കേടാകുമെന്ന് കരുതി നമ്മൾ രണ്ടുപേരും തീരുമാനിച്ചാണ് ഫോട്ടോയൊന്നും എടുക്കാത്തതെന്നും ദിനേശ് കള്ളം പറയുന്നു. മീരയ്ക്ക് എന്നാലും നല്ല സംശയം. മീര ഉടനെ തന്നെ തന്റെ അമ്മയെ കോൾ ചെയ്യുന്നു.
കോൾ എടുത്ത ഉടനെ തന്നെ അമ്മ ചോദിക്കുന്നത്, ജപ്പാനിൽ നീ ഇന്ന് നിന്റെ കാമുകനായിട്ടുള്ള നകുലും പോയിട്ട് ഒരുമിച്ചല്ലല്ലോ താമസിക്കുന്നത്, രണ്ടുപേരും രണ്ട് റൂമിലാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്റെ കാമുകന്റെ പേര് നകുൽ എന്നാണെന്നുള്ള കാര്യം മീരയ്ക്ക് മനസ്സിലായി. മീര ഉടനെ തന്നെ തിരിഞ്ഞ് ദിനേശിനെ നോക്കിയിട്ട് നിന്റെ പേരെന്താന്ന് ചോദിക്കുന്നു. അപ്പോൾ ദിനേശ് ആണെങ്കിലോ നകുൽ എന്ന് കള്ളം പറയുകയാണ്. അതോടെ ഈ നിൽക്കുന്നതാണ് തന്റെ കാമുകനെന്നും മീര ചിന്തിക്കുന്നു. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് നടന്നു പോകുന്ന സമയം മീരയുടെ കോട്ടിന്റെ പോക്കറ്റില് ജപ്പാനിൽ വന്നു കഴിഞ്ഞാൽ എവിടെയൊക്കെ പോകണമെന്ന് അവൾ ആഗ്രഹമുള്ള സ്ഥലങ്ങളൊക്കെ എഴുതിയിട്ടില്ലേ, അതുണ്ടായിരുന്നു. അവൾ അതെടുത്ത് വായിച്ചു നോക്കുകയാണ്. ആദ്യമായിട്ട് അവർ പോകുന്നത് അവൾക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരു മ്യൂസിയത്തിലേക്കും. ആ മ്യൂസിയത്തിൽ ഒരുപാട് ശില്പങ്ങളുണ്ടായിരുന്നു. ശില്പങ്ങളെല്ലാം നോക്കി നിൽക്കുന്ന സമയം തന്നെ ഒരു ചെറിയ പയ്യനാണെങ്കിലോ ഒരു ശില്പമെടുത്ത് താഴേക്ക് എറിയുവാനായി പോകും. അത് കാണുന്ന ദിനേശ് ശില്പത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ചാടി പിടിക്കുന്നു. പക്ഷെ അവൻ വന്നു വീണതോ മറ്റ് ശില്പങ്ങൾക്ക് മുകളിലേക്ക്. അതോടെ 2 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടാവുകയാണ്. 2 ലക്ഷം രൂപയും കെട്ടിവെച്ചിട്ടാണ് ദിനേശും മീരയും അവിടെ നിന്നിറങ്ങുന്നത്. മീരയ്ക്കാണെങ്കിൽ വല്ലാതെ ചിരി വരും. എന്നാൽ ഇതേ പയ്യൻ തന്നെ ദേ റോഡിന്റെ നടുവിൽ കയറിയിരിക്കുന്നു. വണ്ടിക്കാരനാണെങ്കിലോ ഈ പയ്യനെ കാണുന്നതുമില്ല. വണ്ടിക്കാരൻ അതൊന്നും കാണാതെ വണ്ടി ഓടിച്ചു കൊണ്ടുവരും. അത് കാണുന്ന ദിനേശ് പയ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നേരെ ചാടി റോഡിലേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് ആ പയ്യനെ തള്ളി മാറ്റും. ഭാഗ്യത്തിനാണ് അയാൾ ബ്രേക്ക് പിടിച്ചത്. അതുകൊണ്ട് ദിനേശിനൊന്നും സംഭവിച്ചതേയില്ല. മീര അവനെ ഒരുപാട് വഴക്ക് പറയും. നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്, ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് മീര വല്ലാതെ ടെൻഷനാകുന്നു. ആഹാ കൊള്ളാലോ, ഇവൾ എനിക്ക് വേണ്ടിയിട്ടും സങ്കടപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച് അവൻ ഒരുപാട് സന്തോഷമാകുന്നു. എന്നാൽ അവനാണെങ്കിലോ ടെക്നിക്കലായിട്ട് കുറേ കാര്യങ്ങൾ പറയുകയാണ്. ആ പയ്യന് പൊക്കം കുറവല്ലേ, എനിക്ക് പൊക്കം കൂടുതലല്ലേ, അപ്പോൾ വണ്ടിക്കാരൻ ഉറപ്പായിട്ടും എന്നെ കാണാൻ കഴിയുമല്ലോ എന്നിങ്ങനെയൊക്കെ ടെക്നിക്കലായിട്ട് പറയുന്നു. അത് കേൾക്കുന്ന മീര ശരി ശരി, എന്തായാലും ഇനി ഇതുപോലെയൊന്നും കാണിക്കരുതെന്നും ദിനേശിനോട് പറയും. എന്നിട്ട് അവൾ ഒരുപാട് സീ ഫുഡൊക്കെ വാങ്ങി കഴിക്കുകയാണ്. പക്ഷെ അവൾക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അതെല്ലാം കാണുന്ന ദിനേശ് വല്ലാതെ ചിരിക്കുന്നു. രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ദിനേശിനെ അമ്മ കോൾ ചെയ്യുകയാണ്. വളരെ മര്യാദയോട് കൂടിയാണ് ദിനേശ് അമ്മയോട് ഫോണിൽ സംസാരിക്കുന്നത്. കൊള്ളാലോ ഇവൻ, എന്ത് നീറ്റായിട്ടാ അമ്മയോട് സംസാരിക്കുന്നത്. അമ്മയ്ക്ക് ഇത്രയും സ്നേഹവും റെസ്പെക്റ്റും കൊടുക്കുന്ന ഒരു പയ്യനാണല്ലോ തന്റെ കാമുകൻ എന്നൊക്കെ മീര ചിന്തിക്കുന്നു. കോള് കട്ട് ചെയ്തതിന് ശേഷം ഇന്നെന്റെ പിറന്നാളാ, അമ്മ വിഷ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്നും ദിനേശ് പറയുന്നു. ആണോ, അതുകൊണ്ടാണോ നമ്മുടെ ആ ഒരു ട്രിപ്പ് 2 ദിവസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തതെന്നൊക്കെ മീര ചോദിക്കുന്നു. അതേ ഇന്ന് ദിനേശും സമ്മതിക്കും. അതിനുശേഷം മീരയുടെ വിഷ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുവാനായിട്ടും അവർ തീരുമാനിക്കുകയാണ്. അതിനു മുൻപായിട്ട് മീരയുടെ ഫോൺ ചീത്തയായിരുന്നു. ഫോൺ ശരിയാക്കുവാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കൊടുത്തിരിക്കുകയാണ്. ആ കടയിൽ പോയി മൊബൈൽ ഫോണും വാങ്ങുന്നു. വാങ്ങിയ ഉടനെ തന്നെ അവൾ വാട്സപ്പിൽ വന്ന ആദ്യത്തെ മെസ്സേജ് എടുത്തു നോക്കും. അത് നകുലിന്റെ മെസ്സേജാണ്. ഒരുപാട് സോറി അയച്ചിട്ടുണ്ട്. അല്ല, നീ എന്തിനാ എനിക്കിങ്ങനെ ഒരുപാട് സോറി അയച്ചിരിക്കുന്നതെന്ന് ദിനേശിനോട് ചോദിക്കുന്നു. ദിനേശ് ആണല്ലോ നകുൽ എന്ന പേര് കള്ളം പറഞ്ഞിരിക്കുന്നത്. മെസ്സേജ് അയച്ചിരിക്കുന്നത് HR മാനേജറും. അതോ അത് നമ്മൾ തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കമുണ്ടായി, അതുകൊണ്ടാണ് ഞാൻ സോറി ചോദിച്ചത്. നീ ഇപ്പോൾ മെസ്സേജ് ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് ഫോൺ ഓഫാക്കി വെക്കുവാനേയും പറയും. അങ്ങനെ അവർ ഒരുപാട് സ്ഥലങ്ങൾ കാണുവാനേയും പോകും. അവസാനം സ്ഥലങ്ങളൊക്കെ കണ്ട് ഇവർ നേരെ ട്രെയിനിൽ കയറുവാനായിട്ട് എത്തുന്നു. അപ്പോഴേക്കും ട്രെയിൻ പോയിരുന്നു. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം മുഴുവൻ അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ദിനേശ് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ദിനേശിനടുത്തേക്ക് ഒരു കപ്പ് കേക്കുമായിട്ട് എത്തുന്നു. അന്ന് അവന്റെ ബർത്ത്ഡേ ആണല്ലോ. ബർത്ത്ഡേ ആ ഒരു കപ്പ് കേക്ക് മുറിച്ച് അവൾ ആഘോഷിക്കും. ദിനേശിന് ഒരുപാട് സന്തോഷമാകും. അല്ല, നീ എന്നെ ആദ്യമായിട്ട് എങ്ങനെയാ പ്രപ്പോസ് ചെയ്തത്, ഒന്ന് അതുപോലെ എന്നെ പ്രപ്പോസ് ചെയ്തേ എന്ന് ദിനേശിനോട് മീര ചോദിക്കുന്നു. ദിനേശ് ആണെങ്കിലോ കുറെ സിനിമയിലെ ഡയലോഗൊക്കെ പറയുമ്പോൾ ഇതല്ല, നീ മനസ്സിൽ നിന്ന് പറ, നീ മനസ്സിൽ നിന്നും എന്നെ പ്രപ്പോസ് ചെയ്യുന്നും അവൾ പറയുന്നു. അങ്ങനെ അവൻ മനസ്സിൽ നിന്നും കുറേ ഡയലോഗ് പറയുകയാണ്. ആരുമില്ലാതെ ഒറ്റയ്ക്കായിരുന്ന എന്നെ നീയാണ് പ്രണയിച്ചത്, എന്നിലെ മനുഷ്യനെ നീയാണ് കണ്ടത് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അവൻ കുറേ ഡയലോഗ് പറയുന്നു. അവസാനം അവളോട് ഐ ലവ് യു എന്നും പറയുകയാണ്. അത് കേട്ട മീര അവനെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് രണ്ടാളും പഴയതുപോലെ തന്നെ അവരുടെ ഹോട്ടൽ റൂമിലേക്കും എത്തുന്നു. അതേസമയം മീരയുടെ ജാക്കറ്റ് അഴിക്കുവാനായിട്ട് അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ജാക്കറ്റ് അഴിക്കുവാനായിട്ട് സഹായിച്ചത് ദിനേശ് ആയിരുന്നു. അപ്പോഴേക്കും ദിനേശിനോടൊരു ഫീലിങ്സ് ഒക്കെ മീരയ്ക്ക് തോന്നുന്നു. മീര അവനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്തായാലും ഈ ഒരു ദിവസം കൊണ്ട് തന്നെ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു. ഇതിൽ നിന്നും നീ എത്ര നല്ല മനുഷ്യനാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നീയാണ് നല്ല കാമുകൻ എന്നൊക്കെ പറഞ്ഞ് അവനെ വീണ്ടും കെട്ടിപ്പിടിക്കുമ്പോഴോ ദിനേശിന് വല്ലാതെ കുറ്റബോധം തോന്നുന്നു. മീര അതിരുവിടുകയാണല്ലോ എന്ന് ചിന്തിച്ച ദിനേശ് അയ്യോ ഇത് തെറ്റായി പോയല്ലോ എന്ന് ചിന്തിച്ച് അവളെ തള്ളി മാറ്റുന്നു. എന്നിട്ടവൻ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. എന്റെ പേര് നകുലെന്നല്ല,
ദിനേശ് എന്നാണ്. ഞാൻ നീ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ഒരു സ്റ്റാഫ് മാത്രമാ. ആ കമ്പനിയിലെ HR മാനേജറായിട്ടുള്ള നകുലുമായിട്ടാണ് നീ പ്രണയത്തിലായതെന്നുള്ള കാര്യമൊക്കെ ദിനേശ് തുറന്നു പറയുന്നു. അത് കേട്ടതോടുകൂടി അവൾ വല്ലാതെ ഷോക്കായി പോവുകയാണ്. അവൾ ഒരുപാട് അലറി കരയുന്നു. എന്നിട്ട് ദിനേശിനെ ഒരുപാട് അടിക്കുകയും അവനെ തന്റെ റൂമിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്യുന്നു. തന്റെ ഫോൺ എടുത്ത് മീര ഫോട്ടോസ് ഒക്കെ ചെക്ക് ചെയ്യും. അതിൽ നിന്നും നകുൽ വേറെ ആളാണെന്നും കമ്പനിയിലെ HR മാനേജറുമായിട്ടാണ് താൻ പ്രണയത്തിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ മീരയ്ക്ക് മനസ്സിലാകുന്നു. നകുലിന്റെ ഫോൺ നമ്പർ എടുത്ത് അവനെ ഉടനെ തന്നെ കോൾ ചെയ്യും. നകുൽ, നീയാണോ എന്റെ കാമുകനെന്ന് മീര ചോദിക്കുമ്പോൾ, ഏയ്, നീ എന്തിനാ ഇപ്പോൾ എന്നെ വിളിച്ചത്? ഞാൻ എന്റെ ഭാര്യയ്ക്കൊപ്പമാണ്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഭാര്യയ്ക്കൊപ്പം ഉള്ളപ്പോൾ എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്യുന്നു. അതിൽ നിന്നുമാണ് മീരയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്. വിവാഹം കഴിഞ്ഞ പുരുഷനുമായിട്ടാണ് താൻ പ്രണയത്തിലായിരുന്നതെന്നും. ഉടനെ തന്നെ അവൾ റൂമിന്റെ പുറത്തേക്ക് വരുന്നു. പുറത്തിരിക്കുന്ന ദിനേശിനെ കാണും. ദിനേശിനടുത്തേക്ക് ഓടി വന്ന മീര, ഞാൻ വിവാഹം കഴിഞ്ഞ ഒരുത്തനുമായിട്ടാണോ പ്രണയത്തിലായിരുന്നെന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് ദിനേശ് സമ്മതിച്ചിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ഡിവോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവളെ പറഞ്ഞ് പറ്റിച്ച കാര്യങ്ങളും, ഭാര്യയുമായിട്ട് ഇപ്പോഴും നല്ല റിലേഷൻഷിപ്പിലാണെന്നും ഭാര്യ ഇപ്പോൾ പ്രഗ്നന്റ് ആണ്, ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും ദിനേശ് എണ്ണി എണ്ണി അവളോട് തുറന്നു പറയുന്നു. അത് കേട്ടതോടുകൂടി അവൾക്ക് വല്ലാതെ കുറ്റബോധമൊക്കെ തോന്നുകയാണ്. താൻ ഇത്രയും മോശമായൊരു വ്യക്തിയാണല്ലോ പ്രണയിച്ചതെന്ന കുറ്റബോധവും അവൾക്കുണ്ട്. എന്നാൽ ഈ ഒരൊറ്റ ദിവസം മാത്രം ദിനേശിനെ പ്രണയിച്ചപ്പോഴോ അവൾക്ക് ഇതുവരെയും കിട്ടാത്ത സന്തോഷമാണ് അവൾക്ക് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ നകുലിനെ കാട്ടിയും എത്രയോ ബെറ്ററാണ് ദിനേശ് എന്ന് അവൾക്ക് തോന്നി. എന്നിട്ട് ദിനേശിനൊപ്പം അവൾ വീണ്ടും സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങുകയാണ്. എന്നാൽ ഇതിനു മുൻപ് നകുലെന്ന് കരുതിയാണ്, അതായത് തന്റെ കാമുകനായ നകുലെന്ന് കരുതിയാണ് ദിനേശിനൊപ്പം അവൾ കറങ്ങി നടന്നത്. എന്നാലിപ്പോൾ അവൾക്ക് മനസ്സിൽ തന്നെ ദിനേശിനോട് ചെറിയൊരു പ്രണയമൊക്കെ തോന്നുന്നു. തനിക്ക് പ്രണയം തോന്നുന്ന ആളിനോടൊപ്പമാണ് ദേ ഇപ്പോൾ മീര കറങ്ങി നടക്കുന്നതും. ദിനേശിനും അത് മനസ്സിലായി. ദിനേശിനും ഒരുപാട് സന്തോഷമാവുകയാണ്. രണ്ടുപേരും ഒരുമിച്ച് ഡാൻസ് കളിക്കുകയും ഒരുപാട് സമയം ചിലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നു. മീര ഇപ്പോൾ മനസ്സോടുകൂടിയാണ് ദേ ഇപ്പോൾ ദിനേശിനെ പ്രപ്പോസ് ചെയ്യുന്നത്. ദിനേശും അവളെ തിരിച്ച് പ്രപ്പോസ് ചെയ്യുകയാണ്. രണ്ടുപേരും ആ കുറച്ച് നിമിഷത്തേക്ക് പ്രണയിക്കുവാനായും ആരംഭിക്കുന്നു. എന്നിട്ട് തിരിച്ച് റൂമിലേക്ക് എത്തുകയാണ്. മീരയ്ക്ക് ആകെ സങ്കടം, അവൾക്ക് ഉറക്കവും വരുന്നുണ്ട്. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദിനേശിനെ മറക്കും. ദിനേശുമായിട്ടുള്ള ഈ നിമിഷങ്ങളും മറക്കും. ദിനേശാണ് തനിക്ക് ഏറ്റവും യോജിച്ചവൻ എന്നുള്ള കാര്യമൊക്കെ മീരയ്ക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് കരുതി അവൾ അവളുടെ ഫോൺ എടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. ഏയ് മീര, നീ നാളെ ഉറക്കമുണരുന്ന സമയത്ത് നിനക്ക് ഈ ദിവസം നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മ കാണില്ല. നീ പ്രണയിച്ചിരുന്നത് കമ്പനി HR മാനേജറായിട്ടുള്ള നകുലിനെയാണ്. അവൻ വെറും മോശമായിട്ടുള്ള ആളാ. പക്ഷേ നീ ഈ ഒരു ദിവസം നിനക്ക് മനസ്സിലായി നിനക്ക് ഏറ്റവും യോജിച്ചവൻ ദിനേശാണെന്ന്. ദിനേശിനെ ഒരിക്കലും നീ കൈവിടരുത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ കൂടി അവൾ പറയുന്നുണ്ട്. നീ ഉറപ്പായിട്ടും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ദിനേശിനടുത്തേക്ക് ചെല്ലണം. ദിനേശിനെ നിനക്ക് പ്രണയിക്കുവാനായിട്ട് കഴിയും. അവൻ നല്ലവനാണ്. നിന്നെ അവൻ പൊന്നുപോലെ നോക്കും. നിനക്ക് പറ്റിയത് നകുലല്ല, ദിനേശാണെന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ ഓഫ് ചെയ്യുന്നത്. മീരയ്ക്കാണെങ്കിലോ വല്ലാത്ത സങ്കടം. ഞാൻ നിന്നെ മറന്നു പോകുമല്ലോ നാളെ എന്നൊക്കെ പറഞ്ഞ് ദിനേശിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അവന്റെ തോളിൽ ചാഞ്ഞ് അവൾ ഉറങ്ങുകയും ചെയ്യുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ ഉറക്കമുണരുന്ന മീര ദിനേശിനെ കാണുന്നു. ദിനേശിന്റെ മടിയിൽ കിടന്നാണ് അവൾ ഉറങ്ങിയത്. ആരടാ നീ എന്നൊക്കെ പറഞ്ഞ് അവൾ പോലീസിനെ വിളിക്കുകയാണ്. സത്യത്തിൽ അത് ദിനേശിന്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന ദിനേശ്, അയ്യോ, ഇനി ആ ഒരു മൊബൈലിലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് AI വീഡിയോ ആണെന്ന് വല്ലതും കരുതുമോ, വല്ല പ്രശ്നവും ഉണ്ടാക്കുമോ എന്നൊക്കെ പേടിച്ച് അവൻ അവളുടെ മൊബൈൽ ഫോൺ എടുത്ത് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. വിധി എന്നൊരു കാര്യമുണ്ടെങ്കിൽ ദൈവം തന്നെ അവളെ എന്നിലേക്ക് ചേർത്ത് വെക്കട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഞങ്ങളെ കണക്കുള്ള പയ്യന്മാർക്ക് ഒരു ദിവസം മാത്രമേ ഇങ്ങനെയുള്ള സന്തോഷം കിട്ടൂ എന്നൊക്കെ സ്വമേധയാ പറഞ്ഞ് ആശ്വസിച്ചിട്ടാണ് ദിനേശ് അവിടെ നിന്ന് പോകുന്നത്. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണരുകയാണ് മീര. മീര അപ്പോഴും നകുലിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നു. അവൾക്ക് തലേ ദിവസം നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. നകുലിന്റെ കോളും വരികയാണ്. മീര വല്ലാതെ കരയുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് മുന്നിലിരിക്കുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് കാണുന്നത്. 13-ാം തീയതിയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റാണ് ഇരിക്കുന്നത്. 13-ാം തീയതിയോ? അപ്പോൾ 12-ാം തീയതി എന്തൊക്കെ സംഭവിച്ചു? ആ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലോ എന്നൊക്കെ മീര ചിന്തിക്കുന്നു. മാത്രവുമല്ല അവൾക്ക് പോകുവാനായിട്ടുള്ള ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
മീരയ്ക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നതേയില്ല. അവൾ അവളുടെ സാധനങ്ങളും ടിക്കറ്റും പാസ്പോർട്ടും എല്ലാം എടുത്ത് എയർപോർട്ടിലേക്ക് വരുന്നു. അതേ എയർപോർട്ടിൽ തന്നെ ദിനേശുമുണ്ട്. ദിനേശ് വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് മീരയെ നോക്കുന്നതും. അങ്ങനെ അവൾ നാട്ടിലേക്ക് വരുന്നു. നാട്ടിൽ വന്ന ഉടനെ തന്നെ തന്റെ ഓഫീസിലേക്ക് ചെന്നിട്ട് റിസൈൻ ചെയ്യുകയാണ്. തന്റെ റെസിഗ്നേഷൻ ലെറ്ററും എഴുതി കൊടുത്തിട്ട് തന്റെ സാധനങ്ങളും എടുത്ത് മീര പോകുവാനായിട്ടും ഇറങ്ങുന്നു. ലിഫ്റ്റിൽ വരുമ്പോൾ അതേ ലിഫ്റ്റിൽ തന്നെ ദിനേശും നിൽക്കുന്നു. പക്ഷേ ദിനേശിനെ കണ്ടിട്ട് അവൾക്ക് പഴയ കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മ വരുന്നതേയില്ല. പക്ഷേ എന്തോ നഷ്ടമായതുപോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മീരയെ വല്ലാതെ സങ്കടത്തോടു കൂടിയാണ് ദിനേശ് നോക്കുന്നതും. വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി എത്തുകയാണ് മീര. മീരയ്ക്കൊപ്പം മീരയുടെ കൂട്ടുകാരി ഉണ്ടല്ലോ. കൂട്ടുകാരി, നീ റിസൈൻ ചെയ്തോ, നല്ല കാര്യം. ആ നകുല് ആള് ഫ്രോഡാണെന്നൊക്കെയുള്ള രീതിയിൽ കൂട്ടുകാരി പറയുന്നു. കൂട്ടുകാരിയോട് മീര പറയുന്നത്, ഞാനിപ്പോൾ ഹാപ്പിയാണ്, പക്ഷേ എന്തോ നഷ്ടമായതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുവെന്നും മീര പറയുന്നു. എന്നിട്ടവൾ ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പറക്കി മാറ്റുന്ന സമയം അവൾ സ്ഥിരമായിട്ട് ശില്പങ്ങൾ കളക്ട് ചെയ്യില്ലേ, അതിൽ 7ാമത്തെ ശില്പം അതിന്റെ ചീഫാണ്. ആ ഒരു ചീഫിനെ അവൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നു. ഏ ഇതെങ്ങനെ സംഭവിച്ചു? ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ അന്വേഷിച്ച് നടന്നതാണ്. പക്ഷേ ഇതെങ്ങനെ എനിക്ക് കിട്ടി? എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ ഒരു 12ാം തീയതി ഞാൻ എന്തൊക്കെ ചെയ്തു എന്നത് എനിക്ക് ഓർമ്മ വരുന്നില്ല എന്നും മീര പറയുന്നു. സത്യത്തിൽ ആ ഒരു ചീഫിന്റെ ശില്പം കിട്ടിയത് ദിനേശിനാണ്. ദിനേശാണ് അത് മീരയ്ക്ക് കൊടുത്തതും. മീരയ്ക്കാണെങ്കിൽ ഒന്നും ഓർമ്മയില്ല. മീര തന്റെ മൊബൈൽ ഫോൺ എടുത്തിട്ട് വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്യുന്നു. ആരുടെയോ കൂടെ താൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മീരയ്ക്ക് മനസ്സിലായി. പക്ഷേ വീഡിയോയിലൊന്നും തന്നെ ആളില്ല. വീഡിയോ ഷൂട്ട് ചെയ്തതെല്ലാം ദിനേശാണ്. ഒരു വീഡിയോയിൽ പോലും ദിനേശ് വന്നിട്ടില്ല. ദിനേശിന്റെ കൈ മാത്രമാണുള്ളത്. എന്നാൽ ആ വീഡിയോയിലെല്ലാം മീര വളരെ ഹാപ്പിയായിരുന്നു. ഞാൻ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന സമയമെല്ലാം ഒരുപാട് ഹാപ്പിയാണ്. ഒരിക്കലും ഞാൻ സങ്കടപ്പെട്ടിട്ടേയില്ല. അങ്ങനെയുള്ള ആൾ എന്റെ ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ വേണം. അതാരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണമെന്നും മീര തീരുമാനിക്കുന്നു. അപ്പോഴാണ് മീര തന്റെ മെയിലിൽ ഒരു മെയിൽ വന്ന് കിടക്കുന്നത് അവൾ കാണുന്നത്. അത് ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. മീരയ്ക്ക് ഒരു ദിവസം മാത്രം വരുന്ന ഒരു ഡിസോർഡർ വന്നിരുന്നു എന്നുള്ള കാര്യമൊക്കെ മീര മനസ്സിലാക്കി ഡോക്ടറിനെ വിളിക്കുന്നു. അന്നേ ദിവസം എനിക്കിപ്പം ആരായിരുന്നു ഉണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോൾ ആ പയ്യൻ എന്നോട് പറഞ്ഞത് നിന്റെ ഭർത്താവാണെന്നാണ്. കാണുവാനായിട്ട് ഏകദേശം കണ്ണാടിയൊക്കെ വെച്ച് നല്ല വെളുത്തിരിക്കും. അവന്റെ കണ്ണാടിയിൽ ചെറിയൊരു മാർക്കുമുണ്ടെന്നുള്ള കാര്യം ഡോക്ടർ പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ദിനേശിനെയാണ് കാണിക്കുന്നത്. ദിനേശ് വല്ലാത്ത ഡിപ്രഷനില. ദിനേശിന് മീരയെക്കുറിച്ച് ആലോചിച്ച് വല്ലാത്ത സങ്കടം. മാത്രമല്ല ദിനേശിന്റെ കണ്ണാടി പൊട്ടിപ്പോയത് കൊണ്ട് തന്നെ ആ ഒരു കണ്ണാടി മാറ്റി മറ്റൊരു കണ്ണാടിയും വെച്ചിരുന്നു. ദിനേശിനെ കാണുവാൻ വേണ്ടിയിട്ട് അവന്റെ അമ്മയും എത്തിയിട്ടുണ്ട്. എന്താടാ മോനെ നിനക്ക് പറ്റിയത്? നീ വല്ലാത്തൊരു കോലത്തിലായല്ലോ എന്നൊക്കെ അമ്മ ചോദിക്കും. അമ്മയോട് ദിനേശ് ജപ്പാനിൽ നടന്ന കാര്യങ്ങളെല്ലാം സങ്കടത്തോടു കൂടി തുറന്നു പറയുന്നു. അത് കേട്ട അമ്മ, എന്തായാലും അവൾക്ക് ഓർമ്മ വന്ന് കാണില്ലേ ആ നകുൽ മോശമായിട്ടുള്ള ഒരാളാണെന്ന്. ഉറപ്പായിട്ടും അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയി കാണും. നീ അവളെ കണ്ടുപിടിക്ക്, എന്നിട്ട് അവളോട് സംസാരിക്ക്. നടന്ന കാര്യങ്ങളെല്ലാം അവളോട് തുറന്നു പറയ്. നിനക്കവളെ ഇഷ്ടമാണെങ്കിൽ അവളെ തന്നെ നീ കണ്ടെത്തണമെന്നും അമ്മ പറയുന്നു. അങ്ങനെ അവനാണെങ്കിലോ നേരെ മീരയെ അന്വേഷിച്ച് പോവുകയാണ്. മീരയാണെങ്കിലോ തനിക്കിപ്പം അന്നേ ദിവസം ഉണ്ടായിരുന്ന ആളാരാണെന്ന് അന്വേഷിച്ച് നടക്കുന്നു. ആ ഒരു മാർക്കുള്ള കണ്ണാടിയെ നോക്കി നടക്കുകയാണ്. രണ്ടുപേരും ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടുമുട്ടും. മീര ദിനേശിനെ കാണുമ്പോഴോ ഏയ് ദിനേശ് എന്ന് പറഞ്ഞ് പരിചയമുള്ളതുപോലെ തന്നെയാണ് ഇടപഴകുന്നത്. കാരണം ഇവർ രണ്ടുപേരും ഒരേ കമ്പനിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത ആള് ദിനേശാണെന്നുള്ള കാര്യം മീരയ്ക്ക് അറിയത്തില്ല. ദിനേശാണെങ്കിലോ മീരെ, എനിക്ക് നിന്നോടൊരു കാര്യം തുറന്നു പറയണമെന്നും പറയുമ്പോൾ അവിടെ ഒരു സ്ത്രീ നിന്നിട്ട് തക്കാളി എടുത്തു വെച്ച് വല്ലാതെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് കാണുന്ന ദിനേശ് ടെക്നിക്കലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവനീ ടെക്നിക്കലായിട്ട് സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ മീരയ്ക്ക് മുൻപ് എപ്പോഴോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ, ടെക്നിക്കലായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ. ആരോ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരാളില്ലേ, അയാൾ ഇങ്ങനെയൊക്കെയാണല്ലോ സംസാരിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്ട്രൈക്ക് ആകുന്നു. അവളുടെ കണ്ണൊക്കെ നിറയുകയാണ്. ഉടനെ തന്നെ ആ ഒരു പ്രശ്നമെല്ലാം സോൾവ് ചെയ്തിട്ട് മീര, നമുക്ക് കോഫി കുടിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് വേണ്ട, നാളെ നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകാമെന്നും മീര പറയുന്നു. അതേസമയമായിരുന്നു മീരയുടെ കൂട്ടുകാരി അവിടേക്ക് വരുന്നത്. അവൻ കോഫി കുടിക്കാൻ വിളിച്ചപ്പോൾ നീ എന്തിനാ അവനെ ലഞ്ചിന് ക്ഷണിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്കിവനെ കണ്ടിട്ട് ഇവനോട് പരിചയപ്പെട്ടതുപോലെയും ഇവനോട് ഇടപഴകിയ പോലെയുമൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു, എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു എന്നുള്ള കാര്യം മീര പറയുകയാണ്. അങ്ങനെ ദിനേശ് ആണെങ്കിലോ അടുത്ത ദിവസം തന്നെ മീര പറഞ്ഞ റെസ്റ്റോറന്റിലേക്ക് എത്തുന്നു. മീരയും അവിടേക്ക് എത്തുകയാണ്. റെസ്റ്റോറന്റിൽ വന്ന് രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നു. അതേസമയമായിരുന്നു ജപ്പാനിൽ വെച്ച് മീര ഓർഡർ ചെയ്ത അതേ സീ ഫുഡ് തന്നെ അവൾ വീണ്ടും ഓർഡർ ചെയ്യുകയാണ്. ആ സീ ഫുഡ് കാണുമ്പോൾ ദിനേശ് വല്ലാതിരുന്ന് ചിരിക്കും. അവൻ ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ മീരയ്ക്ക് വീണ്ടും പഴയ ഓർമ്മകളിലേക്കൊക്കെ പോകുന്നു. എന്തൊക്കെയോ
എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ മിന്നി പോവുകയാണ്. മീര ഉടനെ തന്നെ ദിനേശിനോട് നിന്റെ ഈ ഒരു കണ്ണാടി പുതുതാണെന്ന് ചോദിക്കും. അതെ, പുതിയ കണ്ണാടിയാ, പഴയ കണ്ണാടി പൊട്ടിപ്പോയി, ഞാൻ ഈയിടയ്ക്കാ മാറ്റിയതെന്നും അവൻ പറയുന്നു. അത് കേട്ടതോടുകൂടി ഡോക്ടർ പറഞ്ഞ ആ ഒരു കണ്ണാടിക്കാരൻ അത് ദിനേശാണെന്നുള്ള കാര്യം മീരയ്ക്ക് മനസ്സിലായി. ഉടനെ തന്നെ ജപ്പാനിൽ നിന്ന് വാങ്ങിയ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചീഫിന്റെ ശില്പമില്ലേ, അതെടുത്ത് അവൾ ടേബിളിൽ വെക്കുന്നു. അത് കാണുന്ന ദിനേശ് വല്ലാതെ ടെൻഷനാവുകയാണ്. നീയല്ലേ അന്നൊരു ദിവസം എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആളെന്ന് മീര ചോദിക്കുന്നു. അവൻ അതേ എന്ന് സമ്മതിച്ചിട്ട് മീരയുടെ മൊബൈൽ ഫോൺ വാങ്ങിയതിനു ശേഷം റീസൈക്കിൾ ബിന്നിലുണ്ടായിരുന്ന വീഡിയോ എടുത്ത് കാണിക്കുന്നു. അന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിരുന്നു, പക്ഷെ എനിക്ക് റീസൈക്കിൾ ബിന്നിൽ നിന്നും ഡിലീറ്റ് ചെയ്യുവാനായിട്ട് മനസ്സ് വന്നില്ല എന്ന് പറഞ്ഞാണ് വീഡിയോ കാണിച്ചു കൊടുക്കുന്നതും. ആ വീഡിയോ കണ്ടതോടുകൂടി ആ ഒരൊറ്റ ദിവസം താൻ ചിലവഴിച്ചത് ദിനേശിനൊപ്പമാണെന്നും ദിനേശിനൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് താൻ എത്ര ഹാപ്പി ആയിരുന്നുവെന്നും അവനോടൊപ്പം ഇനിയും മുന്നോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ താൻ ഒരുപാട് ഹാപ്പിയാകുമെന്നും അവനാണ് തനിക്ക് പറ്റിയ ആളെന്നും മീരയ്ക്ക് മനസ്സിലാകുന്നു. മീര പൊട്ടിക്കരയുകയാണ്. ജപ്പാനില് അവൾക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നോ ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ കൊണ്ടുപോയത് ദിനേശ് ആണെന്നും അവൾ അന്ന് ഹാപ്പി ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ അവൾക്ക് മനസ്സിലായി. ഉടനെ തന്നെ ദിനേശിന്റെ കയ്യിൽ പിടിക്കുകയാണ്. ദിനേശും അവളുടെ കൈ കോർത്ത് പിടിക്കുന്നു. രണ്ടുപേരും ഒന്നിക്കുകയാണ്. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം നേടിയെടുക്കുവാനായിട്ട് ഒരുപാട് ദിവസങ്ങളും ഒരുപാട് സമയങ്ങളും ഒന്നും വേണ്ട, ഒരൊറ്റ ദിവസം മതിയാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിപ്പിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.